തൊടുപുഴയിൽ തലമുറ മാറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ് നമ്മൾ പുറത്തുവിടുന്നത്. തൊടുപുഴ നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കേരള കോൺഗ്രസിന്റെയും UDFന്റെയും കേരള രാഷ്ട്രീയത്തിലെയും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള MLA എന്നോ രാഷ്ട്രീയ നേതാവെന്നോ ഒക്കെ പറയാവുന്ന PJ ജോസഫ് സാർ 50 വർഷത്തോളം 50 വർഷത്തിനൊക്കെ അടുക്കുന്നു. എനിക്കൊന്ന് 50 വർഷം ആയോ എന്നറിയില്ല. ഈ അവിടെ നിയമസഭയിൽ 50 വർഷം കഴിഞ്ഞു തോന്നുന്നു. നിയമസഭയിൽ KR ഗൗരിയമ്മയും KM മാണിയൊക്കെ പോലെ വളരെ വലിയ വർഷങ്ങളായി അറിയപ്പെടുന്ന എത്രയോ വർഷങ്ങളായിട്ട് 10-50 വർഷമായിട്ട് തൊടുപുഴയെ പ്രതിനിധാനം ചെയ്യുന്ന, എപ്പോഴും സംസ്ഥാനത്ത് എവിടെ UDFന് പരിക്കുണ്ടാക്കുമ്പോഴും തൊടുപുഴയിൽ ഒരു പരിക്കുമില്ലാതെ തൊടുപുഴയുടെ പാൽക്കാരനെന്നോ കൃഷിക്കാരനെന്നോ കർഷകനെന്നോ തൊടുപുഴക്കാരനെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ലാത്ത തൊടുപുഴയുടെ ഗായകനെന്നോ എന്ത് പേര് പറയാം സാറിന്, അങ്ങനെയുള്ള വിവിധ പേരുകൾ അറിയപ്പെടുന്ന തൊടുപുഴക്കാരനായിട്ടുള്ള PJ ജോസഫ് സാറിന്റെ മകൻ അപ്പു ജോൺ ജോസഫ് എന്ന് പറയുന്ന PJ ജോസഫ് അവരുടെ മകൻ അവിടെ തൊടുപുഴയിൽ മത്സരിക്കാൻ. എന്നാൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് കൂടി പറയാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപക്ഷെ PJ ജോസഫ് സാർ തന്നെ മത്സരിക്കണമെന്ന് UDFൽ നിന്ന് ശക്തമായ ഒരു സമ്മർദ്ദം വന്നാൽ, കാരണം കേരള കോൺഗ്രസിന്റെ മൊത്തം മുഖമായി നിൽക്കുന്ന മാണി കോൺഗ്രസിനെ അടിക്കാൻ വേണ്ടി PJ ജോസഫ് സാർ തന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന്റെ അവിടെ ഈ പിന്നെ ജോൺ ജോസഫ് മത്സരിച്ചാലും അത്ഭുതമല്ല. പക്ഷെ അപ്പോൾ അപ്പനും മകനും കൂടി മത്സരിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അമ്മാവനും മരുമകനും കൂടെ മത്സരിച്ച് മരുമകനും അമ്മാവനും ഒരു ക്യാബിനറ്റിൽ മന്ത്രി ആയിരിക്കാമെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെ വലിയ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? എന്തായാലും ജോൺ ജോസഫ് മത്സരിക്കും എന്നുള്ളതിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത് തൊടുപുഴയിലാണോ ഇടുക്കിയിലാണോ എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. എന്തായാലും തൊടുപുഴയിൽ മത്സരിച്ച് ജയിച്ചാൽ പിന്നെ അടുത്തൊരു ചോദ്യം വരും, മന്ത്രിയാകുമോ? കാര്യം UDF ആണ് വരുന്നത് എന്നുള്ള കാര്യം ആൾമോസ്റ്റ് ക്ലിയർ ആയല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ അത് ആരായിരിക്കും മന്ത്രി? മോൻസ് ജോസഫ് വളരെ സീനിയറാണ്. അപ്പൊ അദ്ദേഹം ഒരു പ്രാവശ്യം മന്ത്രി ആയിരുന്ന ആളാണ്. അപ്പൊ ഇനി മോൻസ് ജോസഫ് തന്നെ ആയിരിക്കുമോ മന്ത്രി കടുത്തുരുത്തിൽ നിന്ന് ജയിച്ചിട്ട്? അതോ ഈ പിന്നെ ജോൺ ജോസഫ് എന്ന് പറയുന്ന ജോസഫ് സാറിന്റെ മകനായിരിക്കുമോ? ഇനിയും സ്ഥാനാർത്ഥികളുടെ വിഷയങ്ങളുണ്ട്. മുരളീധരൻ ഗുരുവായൂരിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ആര്? വൈഷ്ണ സുരേഷിന്റെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ BS ബാലചന്ദ്രനെ പലവട്ടം അദ്ദേഹത്തിനോട് മത്സരിക്കണമെന്നൊക്കെ പറഞ്ഞതാണ് വട്ടിയൂർക്കാവിൽ. പക്ഷെ അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയ താല്പര്യം, പാർലമെന്ററി പൊളിറ്റിക്സിൽ പവർ പൊളിറ്റിക്സിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പലവട്ടം ഒഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ പേര് വരുമോ നമുക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം വീണ മത്സരിച്ചു. ഇനി അഡ്വക്കേറ്റ് വീണ മത്സരിച്ചു. അതുപോലെ ശബരിനാഥ് തിരുവനന്തപുരത്തുണ്ട്. ഇപ്പൊ കോർപ്പറേഷനിൽ മേയറാകാൻ പോയതാണ്. ആ ഉടുപ്പ് വെറുതെ ഇരിക്കുകയാണ്. കവടിയാൽ ജയിച്ചു. പക്ഷെ ജയിച്ച സാഹചര്യത്തിൽ വട്ടിയൂർക്കാവിലേക്ക് ശബരിയെ നോക്കുമോ എന്നുള്ളത് വലിയ ഗൗരവമായ ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്നു. പക്ഷെ അത് അവർ കളഞ്ഞു കുളിച്ചു. ഇനി അവരെ മത്സരിപ്പിക്കാൻ ഒരു സാധ്യതയുമില്ല. അവർക്കുള്ള സ്ഥാനം വളരെ പിറകിലേക്ക് പോയിരിക്കുന്നു. കാര്യം കോർപ്പറേഷൻ തോറ്റതോടുകൂടി ആര്യ രാജേന്ദ്രന്റെ സ്ഥാനം വളരെ പിറകിൽ. അപ്പൊ വളരെ കൃത്യമായി നമ്മൾ കേരള രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തൊടുപുഴയിൽ മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ പുതിയ ആളുകൾ വരാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് വൈഷ്ണ സുരേഷിന്റെ സാധ്യത പറയുന്നത് അവർ മുട്ടട ജയിച്ചത് മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട ജയിച്ചു എന്നുള്ള മാത്രമല്ല, KSUവിന് ഒരു സീറ്റ് കൊടുത്തു. അതൊരു വനിതയ്ക്ക് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ, KSU വനിത ഇതെല്ലാം കൂടി പരിഗണിക്കുകയാണെങ്കിൽ വൈഷ്ണ സുരേഷിനെ നിർത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് അവരുടെ കോർണറുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അപ്പൊ എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വളരെ വലിയ മാറ്റമുണ്ടാക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞ് കാണുന്നത്. കാര്യം CK ജാനു ഇന്നലെ UDFൽ ചേർന്നു. അപ്പോൾ ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ വലിയൊരു സന്തോഷം, അവർ പായസം വെച്ചാണ് ഇന്നലെ അത് ആഘോഷിച്ചത്. അവരുടെ ഒരു വലിയ ടീം കിട്ടും. അതുപോലെ PV അൻവറിന്റെ വലിയൊരു സാധ്യതയുണ്ട്. PV അൻവർ അത്യാവശ്യം വോട്ട് മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവാണ്. അദ്ദേഹവും UDFൽ ചേർന്നിട്ടുണ്ട്. അസോസിയേറ്റ് മെമ്പറായിട്ടാണ്, UDFിലെ അസോസിയേറ്റ് അംഗമായിട്ടാണ് PV അൻവറിന്റെ പാർട്ടിയും അതുപോലെ CK ജാനുവിന്റെ പാർട്ടിയും ചേർന്നിരിക്കുന്നത്. അപ്പൊ ആ രണ്ട് പാർട്ടികൾക്കും അസോസിയേറ്റ് മെമ്പർ ആണെങ്കിലും രണ്ടുപേരെ മത്സരിപ്പിക്കാനും സാധ്യത കാണുന്നുണ്ട്. CK ജാനുവിന് ചിലപ്പോൾ സീറ്റ് കൊടുത്തുകൊണ്ട് ആദിവാസി മേഖലയെ മുഴുവൻ ഞങ്ങൾ സഹായിക്കുന്നു എന്നുള്ള നിലയിൽ ആദിവാസി മേഖലയുടെ ഒരു റെപ്രസെന്റേറ്റീവായിട്ട് CK ജാനുവിനെ ഉയർത്തിക്കൊണ്ടുവരാനും, അതുപോലെ തന്നെ PV അൻവർ MLA ആകും. പക്ഷെ മന്ത്രിയാകുമോ എന്നുള്ള കാര്യം അറിയില്ല. PV അൻവറിന് പക്ഷെ MLA ആകാനുള്ള ഒരു തടസ്സമായി നിൽക്കുന്നത് നിലമ്പൂരാണ്. നിലമ്പൂരിൽ കാര്യം ആര്യാടൻ ഷൗക്കത്ത് അവിടെ കുറച്ചു കാലം അവിടെ ജയിച്ചിട്ട് അതുകൊണ്ട് ഫുൾ ടൈം ആര്യാടൻ ഷൗക്കത്തിന് കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ
ബേപ്പൂരിലേക്ക് മരുമോനെ പിടിക്കാനായിട്ട് പിന്നെ PV അൻവർ പോകുമോ എന്നുള്ളതാണ്. അപ്പോൾ മകൾ തുടങ്ങിയ ഒരു രാഷ്ട്രീയം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ എല്ലാ സാധ്യതയുമുണ്ട്. 2026 എല്ലാവരും സ്ഥാനാർത്ഥികളെ നിർണയിച്ചുകൊണ്ടേ മുന്നോട്ട് നീങ്ങുന്നു. ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ UDF വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു, തൊടുപുഴയിൽ തലമുറ മാറ്റം വരുമോ? അപ്പു പിന്നെ ജോൺ ജോസഫ് വരുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമാണ്. വരാനാണ് സാധ്യത. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരും. PJ ജോസഫ് സാറൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നടക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. അത് ഇനി ചിലപ്പോൾ സാറിന്റെ ഒരു കാലം കൂടി കഴിഞ്ഞതിന് ശേഷമാണോ തൊടുപുഴയിൽ വരിക എന്നുള്ളതാണ്. പക്ഷെ അല്ല, ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് സാറ് വളരെ സജീവമായി ഇപ്പോൾ ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മകൻ രാഷ്ട്രീയത്തിൽ ഇപ്പൊ തന്നെ കോർഡിനേറ്റർ ആണ് അദ്ദേഹം. മാത്രമല്ല അദ്ദേഹം പിന്നെ ബിടെക് എഞ്ചിനീയർ ബിരുദധാരിയാണ്. ടെക്നോ പാർക്കിൽ നിരവധി വർഷം 3 വർഷത്തോളം IBയിൽ 3 വർഷത്തോളം ജോലി ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വിറ്റ്സർലൻഡിൽ പോയി 7 വർഷത്തോളം ജോലി ചെയ്തു. നാട്ടിൽ വന്നിപ്പോൾ കൃഷി, അച്ഛന്റെ പാത തന്നെ തുടർന്നുകൊണ്ട് കൃഷി പരിപാടികളുമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ കാർഷിക മേള 25 വർഷത്തോളം കാർഷിക മേള നടത്തി അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അതുമൊക്കെ ഇനി ഈ അപ്പു ജോൺ ജോസഫിന്റെ നേതൃത്വത്തിൽ പുനരാരംഭിക്കുമോ? വീണ്ടും തൊടുപുഴയുടെ വികസന നായകനായി PJ ജോസഫ് അവർ തുടങ്ങിവെച്ച അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനത്തിന്റെ പിൻഗാമിയായി മകൻ വരുമോ എന്നുള്ളതാണ് തൊടുപുഴ രാഷ്ട്രീയവും കേരള കോൺഗ്രസ് രാഷ്ട്രീയവും വളരെ കൗതുകത്തോടു കൂടി നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം വരാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. ഞാൻ പിന്നെ അദ്ദേഹവുമായിട്ടും സംസാരിച്ചിരുന്നു, കേരള കോൺഗ്രസിന്റെ ആളുകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും മനസ്സ് തുറക്കുന്നില്ല. ഇത് വളരെ സീരിയസ് ആയിട്ട് മനസ്സ് തുറക്കുന്നില്ല. ജോസഫ് സാറിന്റെ ഒരു സാന്നിധ്യവും സാറിന്റെ ആ സജീവതയും ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്ന് പറയുന്നു. എന്താണ് തീരുമാനിച്ചാലും ഞങ്ങളുടെ ഒരു ഒബ്സർവേഷൻ, നിരീക്ഷണം ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്. UDF മന്ത്രിസഭയിൽ മോൻസ് ജോസഫ് ആണോ അപ്പു ജോൺ ജോസഫ് ആണോ അടുത്ത മന്ത്രി?